قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون. صدق الله. സൂറത്ത് യൂസുഫ് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ 11-ാമത്തെ ആയത്ത് കൊണ്ടുവന്ന് ചോദിച്ചു, ഈ പുള്ളി എന്തിനാണ്? ഇവിടെ ഒരു പുള്ളി എക്സ്ട്രാ കാണുന്നുണ്ടല്ലോ. ആ പുള്ളി ഇഷ്മാമിൻ്റെ അടയാളമാണ്. അവിടെ ഇഷ്മാം ചെയ്യണം. ഇഷ്മാം എന്ന് പറഞ്ഞാൽ കേട്ട് പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ചുണ്ട് കൊണ്ട് ഒരു ആംഗ്യം കാണിക്കലാണ്. അതായത് ഈ ആയത്തിൽ പറയുന്നത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹോദരന്മാർ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലേക്കിട്ടു. അവർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുന്നിൽ വന്ന് സങ്കടം കാണിക്കുന്നതും കരയുന്നതും. പക്ഷേ യാക്കൂബ് നബി അലൈഹി സ്വലാം അത് വിശ്വസിക്കുന്നില്ല. ആ സമയത്ത് മക്കൾ പറയാണ്, കാലു, ആ മക്കൾ പറഞ്ഞു, യാ അബാന മാലക്, എന്താണ് ഉപ്പ പറ്റിയത്? ലാ തഅ്മന്ന അലാ യൂസുഫ്, യൂസുഫിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ പറച്ചിലൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. ലാ തഅ്മനുന എന്നാണ് അറബിയിൽ പറയാം. ലാ തഅ്മനു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നാ ഞങ്ങളെ. ഇത് നു എന്നുള്ള നൂനിൻ്റെ ലമ്മിനെ കളഞ്ഞിട്ട് നാ എന്ന നൂനിലേക്ക് ചേർത്തു. അപ്പോൾ ലാ തഅ്മനുന എന്നുള്ളത് ലാ തഅ്മന്ന എന്നായി മാറി. ഈ തഅ്മന്ന എന്ന് പറയുന്നുണ്ടെങ്കിലും തഅ്മനുന എന്ന രൂപത്തിൽ ചുണ്ട് വരണം. അതായത് ലാ തഅ്മന്ന, ഒരു ലമ്മിൻ്റെ രൂപത്തിലേക്ക് ചുണ്ട് വരിക. ലാ തഅ്മന്ന, ഓത്തിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. കണ്ടാൽ തഅ്മനുന എന്നാണെന്ന് വിചാരിക്കും, കേട്ടാൽ തഅ്മന്ന എന്ന് തന്നെ ആയിരിക്കും.